പ്രിയപ്പെട്ടവരെ, നാം മറ്റൊരു നോമ്പുകാലത്തിലേക്കും കൂടെ പ്രവേശിച്ചിരിക്കുകയാണ്. ഈശോയുടെ പീഡാനുഭവവും ഉത്ഥാനവുമെല്ലാം നമ്മുടെ ഹൃദയത്തിന് കൂടുതൽ കൂടുതൽ ദൈവത്തോട് നമ്മളെ ചേർത്ത് വയ്ക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയെല്ലാം ദൈവത്തോട് അനുരൂപമാക്കുവാൻ ദൈവം നൽകിയ ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് വ്യത്യാസം എന്ന് പറയുമ്പോൾ ദൈവത്തോട് ചേർന്ന് ദൈവമനുഷ്യരായി നമ്മൾ മാറുന്നൊരു വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നമുക്ക് ഈ വചനങ്ങളെ ധ്യാനിക്കാം. യേശുവിൻ്റെ പീഡാനുഭവം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ പുത്രനിലൂടെ അവിടുന്ന് നമ്മളോട് പറയുന്ന സ്നേഹത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിന് ആധാരശിലകളായി മാറണം. അതാണ് ദൈവം ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തിനു വേണ്ടിയാണ് ദൈവം കഷ്ടനഷ്ടങ്ങളും ദുഃഖദുരിതങ്ങളും ഒക്കെ അനുവദിക്കുക? യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. ദൈവത്തിൻ്റെ പ്രതാപത്തിൽ, മഹത്വത്തിൽ, ദൈവത്തിൻ്റെ സമ്പന്നതയിൽ എല്ലാം ചേർന്ന് നിന്ന പുത്രൻ. ഞാനും പിതാവും ഒന്നാണ് എന്ന് പറഞ്ഞ ക്രിസ്തു. യോഹന്നാൻ്റെ സുവിശേഷം 10:30 നമ്മളത് വായിക്കും. ഞാനും പിതാവും ഒന്ന് തന്നെയാണ്, എന്നെ കാണുന്നവൻ പിതാവിനെയാണ് കാണുന്നതെന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:10 ഈശോ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിതാവിൻ്റെ മഹത്വത്തോട് ചേർന്ന് നിന്ന ക്രിസ്തു മനുഷ്യനായി മാറിയതാണ്. മനുഷ്യനായി മാറിക്കഴിഞ്ഞപ്പോൾ മനുഷ്യരനുഭവിക്കുന്ന എല്ലാ വേദനകളും പ്രശ്നങ്ങളും എല്ലാം ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ കടത്തിവിട്ടു. അല്ലെങ്കിൽ ക്രിസ്തു അതിന് വിധേയനായി. പിതാവ് അനുവദിച്ചതൊക്കെയും വിശുദ്ധ പൗലോസ്ലീഹയുടെ വാക്കുകളിൽ പറയുമ്പോൾ ഇങ്ങനെയാണ് നാം വായിക്കുക. ഫിലിപ്പി ലേഖനത്തിന് 2-ാം അധ്യായത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് യേശുവിനെ കുറിച്ച്. അവൻ തന്നെ താഴ്ത്തി പിതാവിൻ്റെ മുൻപിൽ ദൈവത്വത്തെ മാറ്റിവെച്ച് മനുഷ്യരുടെ അടുത്തേക്ക് വരുമ്പോൾ ക്രിസ്തു മനുഷ്യർക്ക് തന്നെ മനസ്സിലാക്കാൻ തങ്ങളിൽ ഒരുവനെ പോലെ അവർക്ക് തോന്നിച്ചു. അതുകൊണ്ടല്ലേ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ജോസഫിൻ്റെ മകനല്ലേ, അവൻ്റെ സഹോദരന്മാർ നമ്മുടെ ഇടയിൽ ഇല്ലേ എന്നൊക്കെ അന്നത്തെ ജനം യേശുവിനെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത്. അവരിൽ ഒരാളായിരുന്നു. മനുഷ്യനായിട്ട് തന്നെയാണ് യേശുവിനെ എല്ലാവരും മനസ്സിലാക്കിയത്. അതും ജോസഫിൻ്റെയും മേരിയുടെയും മകനായിട്ട് തന്നെ. അപ്പോൾ ആ ദൈവത്വത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ആർക്കും ക്രിസ്തുവിൽ കാണാൻ പറ്റിയില്ല. യേശുവിൻ്റെ മനുഷ്യ ജീവിതകാലത്ത് കഷ്ടപ്പാടും സഹനങ്ങളുടെ എല്ലാ കാലങ്ങളിലും അതുതന്നെയാണ്. ഈശോയുടെ കുരിശിലെ പ്രാർത്ഥന നമുക്കറിയാം. എലൈ ലാമ സബക്താനി എന്ന് പറഞ്ഞുള്ള നിലവിളി. അത് യഹൂദന്മാർ സാധാരണ ചെല്ലാറുള്ളതും പ്രാർത്ഥിക്കാറുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ സങ്കീർത്തന പുസ്തകത്തിൻ്റെ 22-ാം അധ്യായത്തിൽ 1 മുതൽ നമ്മൾ ആ സങ്കീർത്തനമാണ് വായിക്കുക. എൻ്റെ പിതാവേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന് ചോദിക്കുന്ന സങ്കീർത്തന ഭാഗം. യേശു ഒരു മനുഷ്യനായതുകൊണ്ട്, ഒരു യഹൂദനായതുകൊണ്ട് യേശു സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ തൻ്റെ നിസ്സഹായത, മനുഷ്യൻ്റെ നിസ്സഹായത പോലെ തന്നെയാണ് തൻ്റെ നിസ്സഹായതയെന്ന് യേശു തെളിയിച്ചു കൊടുക്കുകയാണ്. മനുഷ്യർ സഹനങ്ങളിലും വേദനകളിലും പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനം ഉരുവിട്ടുകൊണ്ട്. പിതാവ് തന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ക്രിസ്തുവിന് നല്ല ബോധ്യമുണ്ട്. കാരണം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ താൻ വന്നതെന്ന് യേശു പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സഹനങ്ങളും വേദനകളും എല്ലാം പിതാവിൻ്റെ ഇഷ്ടമായിട്ട് കണക്കിലെടുക്കാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന കാലമാണ് ഈ നോമ്പ് കാലം. അത് നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ 50 ദിവസത്തെ നോമ്പിൻ്റെ സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കുന്നതൊക്കെ പിതാവിൻ്റെ ഇഷ്ടമാണെന്നും അത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിലേക്കുള്ള യാത്രയ്ക്ക് ക്രിസ്തുവിന് സഹനം ആവശ്യമായതുപോലെ തന്നെ ആ രൂപാന്തരീകരണത്തിന് നമുക്കും ഈ മനുഷ്യത്വത്തിൽ നിന്ന് ദൈവമക്കളുടെ രൂപാന്തരീകരണത്തിലേക്ക് വരാൻ സഹനങ്ങളും ആവശ്യമാണെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിച്ചു വെക്കുകയാണ് യേശുവിൻ്റെ ജീവിതത്തിലൂടെ തന്നെ. അതുകൊണ്ട് ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന സഹനങ്ങളെ ഓർത്ത് അത് മാറിപ്പോകാനായിട്ട് പറയുന്ന പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുക ഈ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെയാണ് മനുഷ്യരുടെ ഒരു മൈൻഡ്. ഈശോ പഠിപ്പിച്ച അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള മലയിലെ പ്രസംഗത്തിലെ ഒരു പ്രസക്തമായ ഭാഗം ഇങ്ങനെയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഹൃദയശുദ്ധിയുള്ളവരാണ് ദൈവത്തെ കാണുക. ആരാണ് ദൈവത്തെ കാണുക?
ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ പാടി പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ, യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണമെന്ന്. എങ്ങനെയാണ് നമുക്ക് യേശുവിനെ കാണാനായിട്ട് പറ്റുക? ഹൃദയശുദ്ധി ഉണ്ടാകുമ്പോൾ. നമുക്കറിയാം, നമ്മളൊരു തുണി അലക്കുന്നത് ശുദ്ധി വരുത്തുന്നത് എങ്ങനെയാണ്? അതിൽ നല്ല സോപ്പോ കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും സോപ്പ് പൊടിയൊക്കെ ഇട്ട് നമ്മൾ അലക്കും. ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ അലക്കും. നമ്മൾ അലക്കിയിട്ട് ശുദ്ധി വന്നില്ലെങ്കിൽ, വെളുത്തില്ലെങ്കിൽ നമ്മൾ അലക്കുകാരെ കൊടുത്ത് അലക്കിക്കും. അങ്ങനെയാണ് ശുദ്ധി വരുത്തുക. അലക്കുമ്പം തുണി ചുമ്മാ നിൽക്കുകയല്ല, അതിനെ കുത്തിപ്പിഴിഞ്ഞ് കല്ലിലടിച്ച് അല്ലെ വാഷിംഗ് മെഷീനിലിട്ട് ചുഴറ്റിച്ച് വീര്യം കൂടിയ ഡിറ്റർജൻ്റൊക്കെ ഉപയോഗിച്ച് അങ്ങനെയാണ് അതിനെ ശുദ്ധി വരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതാകാൻ നമ്മുടെ ഹൃദയത്തെയും ക്ലീൻ ആക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധി വരുത്തുക? ഈ നോമ്പുകാലത്ത് നമുക്ക് ദൈവത്തെ ദർശിക്കാനായിട്ട് സാധിക്കണം. കാരണം ഓരോ നോമ്പുകാലവും ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് താതാത്മ്യപ്പെടുന്ന കാലങ്ങളാണ്. ദൈവം മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന കാലമാണ്. മനുഷ്യനെ തന്നോട് ചേർത്ത് പിടിക്കുന്ന കാലമാണ്. കാരണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ അടികളേൽക്കാനും മുറിവേൽക്കാനും തകർക്കപ്പെടാനും ഇല്ലാതായി മാറാനും ഒക്കെ തയ്യാറായതുകൊണ്ട് തന്നെ നമ്മളെ ചേർത്ത് വയ്ക്കാൻ ക്രിസ്തുവിന് ഏറ്റവും ഇഷ്ടമുള്ള സമയമാണിത്. നമുക്കറിയാമല്ലോ, നമുക്കൊരു രോഗം വരുമ്പം, നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പം, നമുക്ക് ദുഃഖങ്ങൾ വരുമ്പം, ആരെങ്കിലും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ നമ്മളോട് ചേർന്ന് നിൽക്കുന്നതും സുഖമാണോ, കുഴപ്പമില്ല, ഞാൻ കൂടെയുണ്ട്, വരാം, ആശുപത്രി നിൽക്കാനാണെങ്കിൽ ആശുപത്രി നിൽക്കാമെന്നൊക്കെ പറയുമ്പം നമുക്ക് വലിയ സന്തോഷമാണ്. അവരിവരൊക്കെ ഉണ്ടല്ലോ, അവരിവരൊക്കെ എന്നെ കാണാൻ വന്നല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. യേശുവിൻ്റെ ഈ കഷ്ടപ്പാടിൽ, യേശുവിൻ്റെ ഈ സഹനത്തിൽ, നമുക്ക് വേണ്ടിയുള്ള വേദനയിൽ നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നത്? നമുക്ക് ഈ 50 ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതെല്ലാം മറന്ന് നമ്മുടേതായ വഴിക്ക് പോകും. എന്നാൽ യേശു നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഈ ദിവസങ്ങളൊക്കെയും നമുക്ക് ക്രിസ്തുവിനോട് ഒന്നും കൂടെ ചേർന്ന് നിൽക്കാൻ നമുക്ക് വേണ്ടി മാത്രം വേദനയേറ്റവനാണ് അവൻ. മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പിതാവിൻ്റെ തിരിഹിതമായിരുന്നു അത്. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി. നാം വായിക്കുന്ന ഇങ്ങനെയല്ലേ വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ വായിക്കും, ദൈവത്തെ സ്നേഹിക്കുന്ന, അവിടുത്തെ ഭയപ്പെടുന്ന സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി അവിടുന്ന് തൻ്റെ സ്വപുത്രനെ നൽകാൻ തക്കവണ്ണം ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ സ്നേഹിക്കുകയാണ്. പുത്രനെ നൽകുക എന്ന് പറയുമ്പോൾ റോമാലേഖനം 8:32 പറയും, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ. അവനെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. എന്തും ചെയ്തു എൻ്റെ മകനോട് എന്ന് പറഞ്ഞുകൊണ്ട്. എന്തിനു വേണ്ടിയാ? എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഞാനും നിങ്ങൾ സുഖമായി സമാധാനമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ പാപങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഴുകിക്കളയുന്നതിന് വേണ്ടി അവൻ്റെ രക്തത്താൽ. അങ്ങനെ പിതാവ് അവനെ ഏൽപ്പിച്ചു കൊടുത്തതാണ് നമ്മളെ രക്ഷിക്കാൻ. അങ്ങനെയാണെങ്കിൽ ആ ഓർമ്മ നമ്മുടെ ഹൃദയത്തിലേക്ക് തിളച്ചു വരുമ്പോൾ അവൻ്റെ കുരിശിനോടും അവൻ്റെ സഹനങ്ങളോടും ചേർന്ന് നിൽക്കാൻ ദൈവം നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെയും നമ്മുടെ സഹനങ്ങളെയും വേദനകളെയും ഓർത്ത് നമുക്ക് പരാതിയുണ്ടോ? അല്ലെങ്കിൽ അതൊന്ന് മാറിപ്പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ചേർത്ത് വയ്ക്കണം. ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ കാണാൻ പറ്റുകയുള്ളൂ. ദൈവത്തെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അത് കുരിശിലെ യേശുവിൽ ദൈവത്തെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിൽ ദൈവത്തെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഉദ്ധാനം ചെയ്ത യേശുവിനെ പോലെ യേശുവിൻ്റെ ശിഷ്യന്മാർക്കോ അല്ലെങ്കിൽ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് പോലും മനസ്സിലായില്ല. നാം വായിക്കും, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുക, മഗ്ദലന മറിയത്തിന് പോലും യേശുവിനെ മനസ്സിലായില്ല. 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. അവൾ പറയുന്നത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു എന്നാണ് ക്രിസ്തുവിനെ നോക്കിയിട്ട്. നമുക്ക് പലപ്പോഴും ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ക്രിസ്തുവിനെ ഉൾക്കൊള്ളാനായിട്ട്, ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ ഉൾക്കൊള്ളാനായിട്ട് പലപ്പോഴും പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ മറുതലിച്ച് വഴക്കുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി കലഹിക്കുന്നത്. യേശു നമ്മുടെ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ച് വരികയാണ് ഉത്ഥാനം ചെയ്തിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഹൃദയശുദ്ധി വരുത്താൻ ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മെ ശുദ്ധി വരുത്തും. പറയുന്നുണ്ടല്ലോ അങ്ങനെ തന്നെ, ഞാൻ നിന്നെ ശുദ്ധി വരുത്തും, ഞാൻ നിന്നിൻ്റെ അഴുക്കെല്ലാം കഴുകിക്കളയും. എസെക്കിയേൽ പ്രവചന ഗ്രന്ഥത്തിൻ്റെ 16-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുക 3 മുതലുള്ള വാക്യങ്ങളിൽ. നീ ജനിച്ചപ്പോൾ തന്നെ നീ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. നിന്റെ ശരീരത്തിൽ നിന്ന് മാലിന്യം ആരും കഴുകിക്കളഞ്ഞില്ല. നിന്റെ ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ അല്ലെങ്കിൽ നിന്റെ ശരീരത്തിൽ നിന്ന് അഴുക്കുകൾ കഴുകിക്കളയുകയോ ചെയ്യാൻ ആരും തയ്യാറായില്ല. നീ വെളിമ്പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനാണ് നിന്നെ ശുദ്ധി വരുത്തിയത്, ഞാനാണ് നിന്നെ കഴുകിയത്, ഞാനാണ് നിനക്ക് ഏറ്റവും നല്ല ഭക്ഷണം തന്നത്, വസ്ത്രം തന്നത്, എന്തൊക്കെ പറയുകയാണ് എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവം.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൃദയശുദ്ധി ആവശ്യമാണ് ദൈവത്തെ കാണാനെങ്കിൽ. ദൈവം തന്നെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധി വരുത്തും. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ എങ്ങനെയാണ് ദൈവം നമ്മുടെ ഹൃദയത്തെ ശുദ്ധി വരുത്തുക എന്ന് നമ്മൾ വചനത്തിലൂടെ വായിക്കും. ദൈവത്തെ കാണാൻ ഉള്ള ആ ശുദ്ധി നമ്മുടെ ഹൃദയത്തിന് എങ്ങനെയുണ്ടാകും? നമ്മുടെ അനുഗ്രഹത്തിൻ്റെ, നമ്മുടെ സമൃദ്ധിയുടെ, നമ്മുടെ സമ്പന്നതയുടെ, അതേത് കാര്യത്തിലാണെങ്കിലും ശരി, പണത്തിൻ്റെ കാര്യം മാത്രമല്ല, നിൻ്റെ സമാധാനത്തിൻ്റെ സമ്പന്നതയിൽ, നിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമ്പന്നതയിൽ, നിൻ്റെ ഭോഗവസ്തുക്കളുടെ ഇടയിലുള്ള സമ്പന്നതയിൽ നമുക്ക് ദൈവത്തെ പറ്റി കേൾക്കാനേ പറ്റുകയുള്ളൂ. അതിന് ഉദാഹരണമാണ് ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുക. ജോബ് പറയുന്നുണ്ട് 42-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, പണ്ട് ഞാൻ ദൈവത്തെ പറ്റി കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ജോബ് വലിയ സമ്പന്നനായിരുന്നു. പണമായിട്ടും മക്കളായിട്ടും അഭിമാനം കൊണ്ടാണെങ്കിലും അതുപോലെ പേരും പ്രശസ്തിയിലൊക്കെ ജോബ് സമ്പന്നനായിരുന്നു. അവൻ്റെ കൂടെ കുറേ സുഹൃത്തുക്കൾ അവനെ എപ്പോഴും പുകഴ്ത്തി പറയാനും അവനോട് ചേർന്ന് നിൽക്കാനുള്ള സുഹൃത്തുക്കളുടെ ഒരു സമ്പന്നതയൊക്കെ ആദ്യകാലങ്ങളിൽ ജോബിനുണ്ടായിരുന്നു. അന്ന് ജോബ് ദൈവത്തെ പറ്റി കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ജോബ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരുപക്ഷെ നമ്മുടെ സമൃദ്ധിയിൽ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റിയെന്ന് വരികയില്ല. ജോബിന് തൻ്റെ തകർച്ചയിൽ, തൻ്റെ വേദനയിൽ ജോബ് പറയും, തുടർന്നുള്ള വചനത്തിൽ പറയും, എന്നാൽ ഇപ്പോൾ ഞാൻ ദൈവത്തെ മുഖാഭിമുഖം കാണുകയാണെന്ന്. ദൈവത്തെ കാണാൻ എങ്ങനെയാണ് ജോബിന് സാധ്യമായത്? ജോബിനെ ദൈവം ഒന്ന് ശുദ്ധീകരിച്ചു. ജോബിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കാണാനുള്ള ഒരുപാട് സഹനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ജോബിൻ്റെ ജീവിതത്തിലുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ, ഒരു കുറ്റവും ചെയ്യാതെ, നന്മ മാത്രം ചെയ്തിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വരുമ്പോൾ ഇതെന്തിനു അനുവദിച്ചു എന്നോർത്ത് നമ്മൾ സങ്കടപ്പെട്ട് ചങ്കുപൊട്ടാറുണ്ട്. അപ്പോസ്തല നടപടി പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും, കഷ്ടപ്പാടുകൾ എന്തിനാ ദൈവം എനിക്ക് ഈ സഹനം തന്നത്? എനിക്ക് എന്തിനാ ഇപ്പം ഈ സഹനം തന്നത്? എന്തിനാ എൻ്റെ പ്രിയപ്പെട്ട ആൾ മരിച്ചുപോയത്? എന്തുകൊണ്ടാണ് എൻ്റെ മക്കൾ തോറ്റുപോയത്? എന്തുകൊണ്ടാണ് എൻ്റെ മകന് ജോലി നഷ്ടമായത്? എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഹൃദയം തകരുമ്പോൾ ദൈവം പറയുന്നുണ്ട്, ഇതെന്തിനാണ് നിനക്ക് അനുവദിച്ചതെന്ന്. ആ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുക, അപ്പോസ്തല പ്രവർത്തനം 17:27, ഇത് മനുഷ്യർ ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ദൈവത്തെ അന്വേഷിക്കാനും ദൈവത്തെ കണ്ടെത്താനും ദൈവം അനുവദിക്കുന്നതാണ് ചില സഹനങ്ങൾ, ചില കഷ്ടതകൾ, ചില ദുരിതങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ദുരിതപൂർണമായ സഹനം നമ്മൾക്ക് വേണ്ടിയുള്ള സഹനമാണെങ്കിലും അതിനുശേഷമാണ് ക്രിസ്തുവിന് ദൈവത്തെ മുഖാമുഖം, പിതാവായ ദൈവത്തെ മുഖാഭിമുഖം ദർശിക്കാനായിട്ട് തൻ്റെ ദൈവത്വത്തിലേക്ക് കയറിപ്പോകാൻ സാധിച്ചത്. അങ്ങനെയാണ് നമ്മൾ വായിക്കുക. ആകയാൽ അവൻ തന്നെ താഴ്ത്തി, കുരിശുമരണത്തോളം താഴ്ത്തി. അങ്ങനെ താഴ്ത്തി കഴിഞ്ഞപ്പോഴാണ് ദൈവം അവനെ എല്ലാ നാമങ്ങൾക്കും മേലായ നാമത്തിലേക്ക് ഉയർത്തിയത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ താഴ്ത്തപ്പെടലുകൾ ഒരിക്കലും അത് ഒരു പരാജയമല്ല. മറ്റുള്ളവർ പറയുന്ന അങ്ങനെയാണ്, നിന്റെ താഴ്ത്തപ്പെടലുകൾ പരാജയമാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആളുകളുണ്ട്. എനിക്കൊരു സഹോദരി അറിയാം, അവൾ IELTS പരീക്ഷ എഴുതി, പല പ്രാവശ്യം എഴുതി, തോറ്റുപോയി. പല രാജ്യങ്ങളിലേക്ക് പോകാനൊക്കെ അവൾ ശ്രമിച്ചു, സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വചനം കേൾക്കാനായിട്ട് വന്നു. ദൈവം എന്നെ കൈവിട്ടവളാണ്, എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ തകർന്നു പോയി, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ മിത്രങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞവൾ ഒരുപാട് കരഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തോട് ചേർന്ന് നിന്നാൽ മതി. അവൾ പറഞ്ഞു, ഇനിയിപ്പോൾ ദൈവത്തിന് പോലും എന്നെ വേണ്ട, ഇത്രയും പ്രായമൊക്കെ ഇനി എനിക്കെങ്ങനെ പോകാൻ പറ്റും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കടബാധ്യത, എൻ്റെ പ്രശ്നം, പല ഏജൻസിയിലും പൈസ കൊടുത്തെല്ലാം പോയി. ഞാനവളോട് പറഞ്ഞു, ദൈവത്തെ വിളിക്കുക, ദൈവത്തെ ചേർന്ന് നിൽക്കുക. അവിടത്തേക്കൊന്നും അസാധ്യമല്ലെന്നല്ലേ പറഞ്ഞത്? മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് പറയുമ്പോൾ നീ ദൈവത്തോടൊന്ന് ചേർന്ന് നിൽക്കുക. നീ മറുതലിച്ച് മാറി നിൽക്കാതെ ഈ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ പിന്നെ നിനക്ക് ദൈവത്തെ മുഖാമുഖം ദർശിക്കാൻ ദൈവം ഒരു അവസരം ഒരുക്കി തരും. അവളത് വിശ്വസിച്ച് പരാതിയൊക്കെ കളഞ്ഞ് ദൈവത്തിന് നന്ദി പറയാനായിട്ട് തുടങ്ങി. ദൈവത്തെ കണ്ടെത്താൻ നമ്മൾ വായിക്കും, ജെറമ്യ പ്രവചന ഗ്രന്ഥത്തിൻ്റെ 29-ാം അധ്യായത്തിൻ്റെ 11 മുതൽ വാക്യങ്ങളിലാണ് ദൈവം പറയുക, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പ്രവാചകനിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുന്നത്, നിങ്ങൾ എന്നെ അന്വേഷിക്കാൻ ഞാൻ ഇടയാക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കാൻ ഞാൻ ഇടയാക്കും. അങ്ങനെയെങ്കിൽ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ദൈവത്തെ അന്വേഷിക്കാൻ ദൈവം ഇടയാക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്, ചില സംഭവങ്ങളുണ്ട്. ഞാൻ ആ മകളോട് പറഞ്ഞു, നിൻ്റെ ഈ IELTSൻ്റെ പരാജയം, നീ ആദ്യം അവൾ പറഞ്ഞ എന്നോട് വാക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്, ചേച്ചി ഞാൻ നന്നായി പഠിക്കുമായിരുന്നു, ഏത് പരീക്ഷ എഴുതിയാലും എനിക്ക് ഫസ്റ്റ് റാങ്കാണ്, പക്ഷേ ഈ IELTSൻ്റെ പരീക്ഷ ഞാൻ തോറ്റു പോവുക ചേച്ചി, പറ്റുന്നില്ല എനിക്ക് പിടിച്ചു നിൽക്കാൻ, എങ്ങനെ പഠിച്ചിട്ടും കയറിപ്പോരാൻ പറ്റുന്നില്ല. ഞാൻ അവളോട് പറഞ്ഞു, നീ ദൈവത്തെ ഒന്ന് ചേർത്ത് പിടിക്കുക. കർത്താവ് പറഞ്ഞില്ല, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന്.
കർത്താവ് നിന്നെ കൊണ്ടുപോയെന്ന് പറയാനിടയാകട്ടെ. അങ്ങനെ അവൾ ദൈവത്തെ ചേർത്ത് പിടിക്കാനായിട്ട് മനസ്സ് കാണിച്ചു. അതിൻ്റെ പരിണിതഫലം അത്ഭുതമായിരുന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് അവൾ വിദേശത്ത് കാനഡയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. അവളുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറിപ്പോയി. നമ്മളിങ്ങനെ വായിക്കും, ജോബ് തന്നെ പറയുന്നുണ്ട്, ഒഴുകിപ്പോയ ജലം പോലെ നീ നിൻ്റെ ദുരിതങ്ങളെ ഓർക്കുകയുള്ളൂ എന്ന്. ഏതാനും മാസം മുൻപാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഡിവൈൻ്റെ ഗുഡ്നസ് ടിവിയുടെ സ്റ്റുഡിയോയിലാണ് നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കാൻ നിൽക്കുക. ഇവിടെ ഈ കെട്ടിടത്തിൻ്റെ ഈ സ്റ്റുഡിയോയുടെ എല്ലാം വെള്ളം മുങ്ങി ചെളി കയറി, എങ്ങനെ ഇവിടെ കാലുകുത്തുമെന്ന് വിചാരിക്കുമായിരുന്നു. ആ വലിയ വെള്ളപ്പൊക്കത്തിൽ വെള്ളം ഇറങ്ങിപ്പോയി ചെളിക്കകത്ത് പെട്ട് ഞാൻ ഓർത്ത് ഞാൻ മരിച്ചു പോയെന്ന്. അങ്ങനത്തെ സാഹചര്യം വരെ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, അണലിപ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങളും അണലിപ്പാമ്പ് അങ്ങനെയുള്ള എല്ലാ ക്ഷുദ്രജീവികളും ചെളിയും വെള്ളവും, എനിക്ക് തോന്നുന്നത് ഈ ഡിവൈൻ്റെ ഈ കോമ്പൗണ്ടിലേക്കൊന്നും ആർക്കും വരാൻ പറ്റാത്ത രീതിയിലുള്ള ചെളിയുണ്ടായിരുന്നു. ജോബ് പറഞ്ഞില്ലേ, ഒഴുകിപ്പോയ ജലം പോലെ നീ നിൻ്റെ ദുരിതങ്ങളെ ഓർക്കുകയുള്ളൂന്ന്. എന്നാൽ ഇപ്പം നിങ്ങൾ വന്നു നോക്കി, ഡിവൈൻ്റെ എല്ലാ സ്ഥലത്തും ഒരു ചെളിയുടെ അംശം പോലുമില്ല. ഇവിടെയാണോ വെള്ളപ്പൊക്കം ഉണ്ടായതെന്ന് പലരും ധ്യാനിക്കാൻ വരുമ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ചോദിക്കാറുണ്ട്. ഞങ്ങളിങ്ങനെ യൂട്യൂബിലും വാർത്തയിലും ഒക്കെ കണ്ടപ്പോൾ വലിയ വെള്ളവും ചെളിയും ഒക്കെ കണ്ടതാണ്, പക്ഷേ ഇപ്പോൾ ഇതൊന്നും ഇല്ലല്ലോ. ഇല്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിൽ കഷ്ടനഷ്ടത്തിൻ്റെ ചെളികളും വെള്ളവും ദുരിതവും ഒക്കെ ഉണ്ടാകും. വലിയ സങ്കടങ്ങളുടെ മലവെള്ളപ്പാച്ചിലുകളുണ്ടാകും. വലിയ ദുരന്തങ്ങളുടെ ഉരുൾപൊട്ടലുകളുണ്ടാകും. ജോബ് പറഞ്ഞു, ഒഴുകിപ്പോയ വെള്ളം പോലെ നീ അതൊക്കെ ഓർക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അതിനൊരു വലിയ അർത്ഥമുണ്ട് പ്രിയപ്പെട്ടവർ. എല്ലാം തീർന്നു എന്ന് നീ വിചാരിക്കുമ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് പറയുകയാണ്, എല്ലാം തുടങ്ങുന്നതേ ഉള്ളൂ എന്ന്. തീർച്ചയായിട്ടും നിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ തുടക്കത്തിൻ്റെ അടയാളമാണ് നിൻ്റെ കഷ്ടപ്പാടുകൾ, തകർച്ചകൾ, വേദനകൾ. ജോബിൻ്റെ ആ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് ലേഖനം എഴുതി വയ്ക്കുക, ജോബിൻ്റെ ജീവിതം ആദ്യത്തിനേക്കാൾ ഒത്തിരി ഐശ്വര്യപൂർണ്ണമായി. ജോബിന് പിന്നെയും മക്കളുണ്ടായി. അതീവ സുന്ദരികളായ മക്കളായിരുന്നു ജോബിനുണ്ടായത്. നോക്കണം, വീണ്ടും ഐശ്വര്യപൂർണ്ണമായി. ജോബിൻ്റെ ഭാര്യ വരെ പറഞ്ഞില്ലേ ജോബിനോട്, നീ ആത്മഹത്യ ചെയ്യാൻ. നല്ലൊരു ചേട്ടൻ, ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടനോട് പറഞ്ഞു, എൻ്റെ ഭാര്യയും പറഞ്ഞു, സിസ്റ്ററെ നിങ്ങൾ ചത്താൽ എനിക്ക് വിധവാ പെൻഷനെങ്കിലും കിട്ടും, അതുകൊണ്ട് ഞാൻ സുഖമായിട്ട് ജീവിക്കുമെന്ന്. എനിക്ക് തോന്നുന്നത് അന്ന് വിധവാ പെൻഷനൊന്നും ഇല്ലെങ്കിലും ജോബിൻ്റെ ഭാര്യ ജോബിനോട് പറഞ്ഞു, നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ ഞാൻ രക്ഷപ്പെട്ടെന്നു. ചാകാനാ പറഞ്ഞത്. വിവാഹത്തിൻ്റെ മുഹൂർത്തത്തിൽ ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ ബൈബിൾ കൈവച്ച് ഭാര്യയും ഭർത്താവും കൂടെ ഒരു വ്രതവാഗ്ദാനം നടത്തും. സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും ഞങ്ങൾ ഒന്നിച്ചിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞതാ. എന്നിട്ടും ജോബിൻ്റെ ഭാര്യ ശരീരം മുഴുവൻ പഴുത്ത് വ്രണമായി ചാരത്തിലിരുന്ന ഓട്ടുകഷ്ണം കൊണ്ട് ദേഹം ചുരണ്ടുന്ന ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് ചത്തോടെ മനുഷ്യ. അതെ, നിന്നോട് ചേർന്നിരുന്നവരെല്ലാം നിന്നെ ഉപേക്ഷിക്കാം. നാം വിശുദ്ധ ബൈബിൾ വായിക്കും, സങ്കീർത്തന പുസ്തകത്തിൻ്റെ 69-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, കാരണം കൂടാതെ എന്നെ വെറുക്കുന്നവർ എൻ്റെ തലമുടി ഇഴയേക്കാൾ അധികമാണ്. കാരണം കൂടാതെ. അതൊരു വലിയ സങ്കടമാണ്. ഒരു തെറ്റും ചെയ്യാതെയാണ് ഞാൻ സഹിക്കുന്നത്, നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈ അന്യായങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ മാനസികമായി ടെൻഷനിലായി രോഗിയായി തീരുന്നവരുണ്ട്. ഒരു സ്ത്രീ ഡിവൈന് വന്ന് ഞാൻ ഓർക്കുന്നു, 3 പെൺമക്കളെയായിട്ട് മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുക. എൻ്റെ കുടുംബത്തിൽ ആർക്കും മാനസിക രോഗമില്ല സിസ്റ്ററെ. കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നു. ചെന്ന ദിവസം മുതൽ പരാതിയാണ്, ഞാൻ ചെയ്യുന്നതും തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ കുറ്റം. ഗർഭിണിയായി പ്രസവിച്ചതൊക്കെ പെൺപിള്ളേരായപ്പം ഞാൻ അനുഭവിക്കാത്തതില്ല. ഈ കുഞ്ഞുങ്ങളെ കൊന്ന് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ സിസ്റ്ററെ? ഞാൻ യേശുവിനെ അറിയുന്നയാളാണ്. ഞാൻ ഒരിക്കലും അത് ചെയ്യുകയില്ല. സഹിച്ച് എനിക്ക് ഉറക്കം നഷ്ടമായി. ഇപ്പോൾ ഉറക്ക ഗുളിക വേണം എനിക്ക് കിടന്നുറങ്ങണമെങ്കിൽ. ഒരു നല്ല വാക്ക് പറയാൻ ആരുമില്ല. പെൺകുട്ടികളാണെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ഭർത്താവിനുമില്ല എന്നോട് സ്നേഹം. നോക്കുക, കാരണം കൂടാതെ അവൾ വേദനിക്കുകയാണ്, കരയുകയാണ്. അവളുടെ സങ്കടങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധമായ കരങ്ങളിലുണ്ട്. തീർച്ചയായിട്ടും ദൈവം അവളെയും ചേർത്ത് പിടിക്കും. കാരണം എല്ലാ സങ്കടങ്ങൾക്കും ദൈവം ഉത്തരം തരുന്നവനാണ്. ദൈവത്തെ കാണാൻ ആ ധ്യാനത്തിൽ അവൾ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു, കരഞ്ഞു. മരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ധ്യാനിക്കാമെന്നാണെന്ന് അവൾ പറഞ്ഞത്. ധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവളുടെ മുഖം പ്രകാശിച്ച്. ഞാൻ ചോദിച്ചു, എന്താ ഇത്ര സന്തോഷം? സിസ്റ്ററെ, എൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ട്,
ഞാൻ ചോദിച്ചു, ധ്യാനം കൂടാനോ? അല്ല, നീ എതിരേലും പോയി ചത്തോളാൻ പറഞ്ഞ് എന്നെ വിട്ടതാ. പക്ഷെ അദ്ദേഹം വന്നു. ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഫോൺ ചെയ്തു, ഞാൻ ഡിവൈനിലാണെന്ന് പറഞ്ഞു. എന്നാ ധ്യാനം തീരുന്നതെന്ന് ചോദിച്ചു. സമയമൊക്കെ പറഞ്ഞു കൊടുത്തു. വണ്ടിയായിട്ട് വന്നിരിക്കുക, ഞങ്ങളെ കൊണ്ടുപോകാം. ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? എന്നോട് വന്നിട്ട് പറയാം, നീ ധ്യാനം കൂടിയത് കൊണ്ടായിരിക്കുമടി എൻ്റെ ബിസിനസ്സിന് നല്ലൊരു ഓർഡർ വന്നിട്ടുണ്ട്, നമുക്കും പിള്ളേർക്കും ജീവിക്കാനായിട്ടുള്ള ഒരു നല്ലൊരു ഓഫറാണ് വന്നിരിക്കുന്നത്. അയാൾക്ക് വലിയ സന്തോഷം. ഭാര്യയെ ചേർത്ത് പിടിച്ചിട്ട് ആൾ പറഞ്ഞു, നീ ധ്യാനം കൂടിയത് കൊണ്ടാടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളൊക്കെ ദൈവത്തെ കണ്ടെത്തുമ്പോൾ, വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ സഹനങ്ങളിലൊക്കെ ഒരു ഉത്തരമായിട്ട് അത് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിപ്പോകാനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അത് നമ്മളെ ശുദ്ധീകരിക്കുന്ന, ദൈവത്തിനോട് ചേർത്ത് നിർത്തുന്ന സംഭവങ്ങളും സാഹചര്യങ്ങളും ആയതുകൊണ്ട് ഒരുപക്ഷെ അതിലൂടെ മറ്റുള്ളവരെ നേടിയെടുക്കാൻ സാധിക്കുമെന്നൊക്കെ കർത്താവ് പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ സഹനങ്ങളെ ഒരിക്കലും നമ്മൾ കൈവിട്ട് കളയരുത്. ഇതൊന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു. പല ആളുകളും അങ്ങനെയാണ്. ചിലർ പറയും, ഇതൊരു പിശാചിൻ്റെ പീഡ മൂലമാണ് എനിക്കിപ്പോൾ സഹനം ഉണ്ടായിരിക്കുന്നത്, ദുരിതം ഉണ്ടായിരിക്കുന്നത്, എല്ലാവരും എന്നെ കൈവിട്ടിരിക്കുന്നത്, എൻ്റെ ബിസിനസ് തകർന്നത്, എന്തോ സാത്താൻ്റെ പീഡയാണ്. അതുകൊണ്ട് പിന്നെ ഈ സാത്താനെ ഓടിക്കാൻ നടക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിൻ്റെ സഹനങ്ങൾ മാറിപ്പോകാൻ വേണ്ടി നീ ഓടി നടന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അത് ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, അതൊരു പൈശാചിക പീഡയാണെന്ന് വിചാരിച്ച് നീ ബന്ധിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ സഹോദരങ്ങളെയൊക്കെ എങ്ങനെയായിരുന്നു, പ്രത്യേകിച്ച് വിശുദ്ധർ. വെളിപാടിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന എന്താണ്? ഈ വെള്ളയങ്കി അണിഞ്ഞു വരുന്നവർ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവരാണവർ. അങ്ങനെയാണ് ഉത്തരം. വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കർത്താവ് തന്നെ പറഞ്ഞില്ലേ, സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതാണ്, കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണ്. സ്വർഗത്തിൽ ബലിപീഠത്തിനരികെ ദൈവത്തിൻ്റെ രക്ഷാകരമായ വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, വിജയ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വെള്ളയങ്കി അണിഞ്ഞവർ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ തങ്ങളുടെ വസ്ത്രങ്ങളെ കഴുകി വെണ്മയുള്ളവരാക്കിയവരെ നോക്കിയിട്ട് പറയുകയാണ്, ഇവർ വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവരാണ്. നിന്റെ വലിയ വലിയ ഞെരുക്കങ്ങൾക്കൊരു ഉത്തരമുണ്ട്. റോമ 8:18. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളൊക്കെ നിസ്സാരമാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് ഒരു പിറുപിറുപ്പും കൂടാതെ കഷ്ടതകളെ നെഞ്ചോട് ചേർക്കാൻ നമ്മൾ തയ്യാറായാൽ വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിൽ നിനക്ക് അവിടുത്തെ വലതുഭാഗത്തേക്ക് മാറി നിൽക്കാനായിട്ട് പറ്റും. ദൈവം നിന്നെ ചേർത്ത് നിർത്തും അവിടുത്തെ വലതുഭാഗത്തോട്. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും ഒന്നും മാറിപ്പോകണ്ട എന്ന് കർത്താവ് ആഗ്രഹിക്കാൻ കാരണം. ഗെത്സമനിയിൽ ഈശോ പറഞ്ഞില്ലേ, പിതാവേ ഇതൊന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ട് ഈശോ പറഞ്ഞു പിന്നീട്, വേണ്ട പിതാവേ, ഞാൻ കുടിക്കാം, നിൻ്റെ ഹിതമല്ലേ. പലതുമൊക്കെ മാറ്റിയെടുക്കാൻ നമ്മൾ വിചാരിക്കും. പക്ഷേ ദൈവം അനുവദിച്ച് തരുന്ന പലതുമുണ്ട്. ഈ ഭർത്താവ്, ഈ ഭാര്യ, ഈ സ്വഭാവം, ഡിവോഴ്സ് ചെയ്താലോ എന്നൊക്കെ പല പ്രാവശ്യം ആലോചിച്ച സിസ്റ്ററെ എന്നൊക്കെ പറഞ്ഞ് പലരും വരാറുണ്ട്. ചിലർ പേപ്പറൊക്കെ അയച്ചിട്ടാണ് വരിക ധ്യാനം കൂടാൻ. ഈ പാനപാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായി സുഖമായിട്ട് ജീവിക്കാനെന്ന്. നിനക്ക് ദൈവത്തെ കാണണ്ടേ, ഹൃദയശുദ്ധി വരുത്തണ്ടേ. അവിടുന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഹൃദയശുദ്ധി വരുത്തുക എന്ന്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുക. കർത്താവിന് സ്വീകാര്യരായവരെ അവിടുന്ന് ശുദ്ധീകരിക്കും. എന്നാൽ സ്വർണമോ വെള്ളിയോ പോലെയല്ല, കഷ്ടതയുടെ ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരെ ശുദ്ധീകരിക്കും. നോക്കണേ, കഷ്ടതയുടെ ചുളയിൽ. അപ്പോൾ ദൈവം നമ്മെ കഷ്ടതയുടെ ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരെ, റോമാലേഖനം 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം എന്ന് പറയുമ്പോൾ, നിന്നോട് മറുതലിക്കുന്ന നിൻ്റെ ജീവിത പങ്കാളി, നിന്നെ സ്നേഹിക്കാതെ ഓടിപ്പോകുന്ന നിൻ്റെ മക്കൾ, നീ ആർക്കൊക്കെ വേണ്ടി കഷ്ടപ്പെടുന്നുവോ അധ്വാനിക്കുന്നുവോ അതൊന്നും വിലമതിക്കാതെ നിനക്കെതിരായി നിൽക്കുന്നവർ, കാരണം കൂടാതെ നിന്നെ വെറുക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ഈ സഹനത്തിൻ്റെ ചൂളയിൽ, കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ഇങ്ങനെ ശോധന ചെയ്യുകയാണ്. എനിക്ക് നീ സ്വീകാര്യനായി തീരാൻ, എനിക്ക് നീ പ്രിയപ്പെട്ടവളുമായി മാറാൻ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ.
ഇതൊക്കെ നന്മയാക്കി മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഈ കഷ്ടതകൾ, ഈ വേദനകൾ, ഈ പ്രശ്നങ്ങൾ, വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ മുഴുവൻ സഹനങ്ങളായിരുന്നു. സഹനപുത്രിയായിരുന്നു വിശുദ്ധ കൊച്ചുത്രേസ്യ. പക്ഷെ അവരെല്ലാം വിശുദ്ധാത്മാക്കളായി ഉയർത്തപ്പെട്ടത് എങ്ങനെയാണ്? ആ സഹനത്തെ അവർ സന്തോഷത്തോടെ സ്വീകരിച്ചതുകൊണ്ടാണ്. നമുക്കും സഹനങ്ങളുടെ കാണാനുള്ള ഒരു പുതിയ കണ്ണ് ദൈവം തരട്ടെ. ഈ നോമ്പ് കാലത്ത് അവിടുന്ന് പറയുന്നുണ്ട്, യെശയ്യാ ദീർഘദർശിയുടെ പുസ്തകത്തിൻ്റെ 48-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ സ്വർണവും വെള്ളിയും പോലെയല്ല, കഷ്ടതയുടെ ചൂളയും ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു. എനിക്ക് വേണ്ടി, അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ ശുദ്ധീകരിച്ചത്. എന്തിനു വേണ്ടിയാണ് ദൈവം ശുദ്ധീകരിക്കുന്നത്? ഹൃദയശുദ്ധി വരുത്താൻ, ദൈവത്തെ കാണാൻ, നിന്നിൽ ദൈവത്തെ കാണാൻ, അവിടുത്തേക്ക്. അതുപോലെ നിനക്ക് ദൈവത്തെ കാണാൻ. പാപം മൂലം ദൈവത്തിൽ നിന്ന് നമ്മുടെ മുഖം മറഞ്ഞിരിക്കുന്നുവെന്ന് നമ്മൾ വായിക്കും യെശയ്യാ പുസ്തകത്തിൻ്റെ 59-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ. നിങ്ങളുടെ പാപം നിമിത്തം നിങ്ങളുടെ മുഖം ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ പാപം നിമിത്തം. അങ്ങനെ പാപം നിമിത്തം നമ്മുടെ മുഖം ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുമ്പോൾ കഷ്ടതയുടെ ചുളയിൽ അവിടെ നമ്മെ ശുദ്ധി ചെയ്ത് സ്വർണത്തിൽ നിന്ന് വെള്ളിയിൽ നിന്നൊക്കെ അതിൻ്റെ ക്ലാവ് കിട്ടവൊക്കെ എടുത്ത് കളയുന്നത് പോലെ കഷ്ടതയെ നമ്മളെ ഉരുക്കി 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 അവിടുന്ന് നമ്മളിലുള്ള എല്ലാ അശുദ്ധിയും നീക്കിക്കളയും. എല്ലാ പാപത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, ദുർവിചാരങ്ങളുടെ, ദുഷ്ടതയുടെ, സ്വാർത്ഥതയുടെ, വൈരാഗ്യത്തിൻ്റെ, പ്രതികാരത്തിൻ്റെ എല്ലാ കിട്ടങ്ങളെയും കഷ്ടതയുടെ ചൂളയിലൂടെ കൊണ്ടുപോയി അവിടുന്ന് നമ്മെ ശുദ്ധീകരിച്ച് ശുദ്ധി വരുത്തി കഴിയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5:48 പറഞ്ഞതുപോലെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മൾ വരും. നമ്മളെ കാണുന്നവർ ദൈവത്തെ കാണും. ദൈവം നമ്മളെ പ്രതിഫലിക്കാനായിട്ട് തുടങ്ങും. നാം ദൈവത്തിൻ്റെതായി മാറും. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, സ്വർണവും വെള്ളിയും പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ എനിക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ ഈ കഷ്ടപ്പാടുകളൊക്കെ പെട്ടെന്നങ്ങ് മാറിപ്പോയാലോ? ശുദ്ധീകരണം പൂർത്തിയാക്കാതെ നിന്നിലുള്ള പാപത്തിൻ്റെ തിന്മയുടെ കെട്ടുകളവിടെ കിടക്കുമ്പോൾ, ഇതൊക്കെ ഒരു പൈശാചിക ശക്തിയുടെ സ്വാധീനം മൂലമാണ് നിനക്കിപ്പോൾ ഈ രോഗം, ഈ പ്രശ്നം, ഈ അപമാനം ഉണ്ടായതെന്ന് പറഞ്ഞ് അതൊക്കെ മാറിപ്പോകാനായിട്ട് ഓടുന്ന മനുഷ്യരുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുകയാണ് മനുഷ്യർ, കഷ്ടപ്പാടുകൾ മാറിക്കിട്ടാൻ. ഒന്ന് നിൽക്ക്. ദൈവം അനുവദിക്കുന്ന ഈ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച് സ്തുതി പറ, നന്ദി പറ. എനിക്ക് ദൈവത്തെ ഒന്ന് കണ്ടാൽ മതി. നിന്നെ കാണുന്നവർ ദൈവത്തെ കാണുന്നത് പോലെ ആയിത്തീരണം. ചുറ്റും കല്ലും ശരീരത്തിലേക്ക് വന്ന് വലിച്ചെറിയുമ്പോൾ എസ്തഫാനോസിൻ്റെ മുഖത്തേക്ക് നോക്കിയവർ അതിശയപ്പെട്ടു പോയി. എല്ലാവരും അവനെ കൊല്ലാൻ കല്ലെറിയുകയാണ്. കല്ല് വന്ന് ദേഹത്ത് തടഞ്ഞപ്പോൾ അവൻ സന്തോഷിച്ചു. നാം വായിക്കുന്ന ഇങ്ങനെയാണ്, എസ്തഫാനോസിൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ പ്രകാശിച്ചു. നിന്നിൽ ദൈവത്തെ പ്രതിഫലിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിന്നെ കാണുന്നവർ ദൈവത്തെ കാണണം. എനിക്ക് വേണ്ടി, അതെ എനിക്ക് വേണ്ടി മാത്രമാണ് നിന്നെ ശുദ്ധീകരിച്ചത്. നീ ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ, ദൈവവൈതലായിത്തീരാൻ ദൈവം അനുവദിക്കുന്ന എല്ലാ സഹനങ്ങളെയും നമുക്ക് ഈ നോമ്പ് കാലത്ത് ചേർത്ത് പിടിക്കാം. ഒന്നും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി, ഒന്നും കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, നീ അനുവദിക്കുന്നതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപയും എനിക്ക് തരണമേ. കണ്ണുകളടച്ച് നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നോമ്പ് കാലത്ത് എൻ്റെ സഹനങ്ങൾ കുറഞ്ഞു പോകാതെ അങ്ങോട്ട് ചേർന്ന് നിൽക്കാൻ, അതൊന്നും മാറിപ്പോകാൻ വേണ്ടി ഓടി നടന്ന് പ്രാർത്ഥിക്കാനല്ല കർത്താവേ. അങ്ങയെ കണ്ടെത്താൻ അങ്ങ് അനുവദിച്ച സഹനങ്ങൾ ഒരു പൈശാചിക പീഡയായിട്ട് കണ്ട്, ഒരു വലിയ ദുരന്തമായിട്ട് കണ്ട്, ദുരിതമായിട്ട് കണ്ട്, അത് അനുവദിച്ചു തന്നവരെ ശത്രുക്കളായിട്ട് കണക്കാക്കി ഒക്കെ ജീവിച്ച വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഈ നോമ്പ് കാലത്ത് ഞാൻ തിരിച്ചറിയുന്നു, അങ്ങനെ ശുദ്ധീകരിക്കുകയാണ്. ഈ കഷ്ടതയുടെ ചൂളയിൽ എന്നിൽ അങ്ങേ പ്രതിഫലിക്കാൻ വേണ്ടി, ഞാൻ അങ്ങയുടേതായി തീരാൻ, എനിക്ക് അങ്ങയെ കാണാൻ വേണ്ടി ഇടയാക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.